തിരക്ക് പിടിച്ച തൊഴിൽ ജീവിതവും ഒപ്പം മാനസിക പിരിമുറുക്കവുമാണ് സാധാരണ പ്രവാസികളുടെ മുഴുവൻ ബാക്കിപത്രം. അതിനിടയിൽ വ്യായാമത്തിനോ മാനസിക ഉല്ലാസത്തിനോ അവർക്ക് ഒട്ടും സമയം ലഭിക്കുന്നില്ല. ഉള്ളവർക്കാവട്ടെ ഇതിനൊന്നും താല്പര്യവുമില്ല. അങ്ങനെ അകാലത്തിൽ തന്നെ പലവിധ രോഗങ്ങൾക്ക് അടിമപ്പെടുകയാണ് വലിയൊരു വിഭാഗം. ഇതിൽ നിന്ന് ഒരു മോചനം സാധ്യമല്ലേ? ഗൾഫിലെ ആരോഗ്യമേഖല തികച്ചും ശക്തമാണ്. മികച്ച സംവിധാനങ്ങൾ, വിദഗ്ധരായ ഡോക്ടർമാർ ഇവിടെ ധാരാളം. എന്നാൽ ആതുര മേഖലയിൽ ചിലവ് വർദ്ധിക്കുന്നതിലൂടെ സാധാരണക്കാരനാണ് താങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്തവർ, സാധാരണക്കാരായ തൊഴിലാളികൾ, ഇവരാണ് അതിന് ഉയർന്ന വില കൊടുക്കേണ്ടി വരുന്നത്. അതേസമയം സമീപകാലത്ത് കുറെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഗൾഫിലെ വൈദ്യമേഖലയും പ്രവാസികളുടെ ആരോഗ്യവും ഇവിടെ തുറന്ന ചർച്ചയ്ക്ക് വിധേയമാവുകയാണ്. മെച്ചപ്പെട്ട ആരോഗ്യത്തോടെ പ്രവാസ ജീവിതം നയിച്ചിട്ട് നാട്ടിലേക്ക് മടങ്ങാൻ എന്തൊക്കെ മുൻകരുതൽ നടപടികൾ നാം സ്വീകരിക്കേണ്ടതുണ്ട്? Come, let's chat on Sanford Tea Talk. Arogyam Vaidyam in Gulf. It's me, Chris, with you. ഇന്ന് ടീ ടോക്കിൽ നമ്മോടൊപ്പം ഡോക്ടർ ടി അഹമ്മദ്. മലപ്പുറം കോട്ടക്കൽ സ്വദേശിയായ ഇദ്ദേഹം കഴിഞ്ഞ 22 വർഷമായി ഗൾഫിൽ ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. പ്രശസ്ത നേത്രരോഗ വിദഗ്ധനായ ഡോക്ടർ അഹമ്മദ് അൽനൂർ പോളിക്ലിനിക് ഗ്രൂപ്പിന്റെ സ്ഥാപകൻ കൂടിയാണ്. നാട്ടിലെ പ്രശസ്തമായ മെഡാക് ഡെന്റൽ സ്പെഷ്യാലിറ്റി സെന്ററുടെ ചെയർമാൻ കൂടിയാണ് ഇദ്ദേഹം. ദുബൈയിലെ വിവിധ സാമൂഹിക സംഘടനകളിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ മുഹമ്മദ് കാസിം കഴിഞ്ഞ 37 വർഷമായി ഗൾഫിലെ ആതുര ശുശ്രൂഷ രംഗത്ത് സജീവ സാന്നിധ്യമാണ് ഇദ്ദേഹം. അൽ ഷിഫ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഡയറക്ടറും പ്രശസ്ത ശിശുരോഗ വിദഗ്ധനുമാണ് ഡോക്ടർ മുഹമ്മദ് കാസിം. നാട്ടിൽ തൃശൂർ ചിറക്കൽ സ്വദേശിയായ ഡോക്ടർ കുടുംബത്തോടൊപ്പം ദുബൈയിൽ താമസിക്കുന്നു. മനോജ് കുമാർ കഴിഞ്ഞ 20 വർഷമായി UAE-യിൽ. പത്തനംതിട്ട തിരുവല്ല സ്വദേശിയായ മനോജ് കുമാർ ദുബൈയിൽ സ്വന്തമായി ബിസിനസ് നടത്തുന്നു. കഴിഞ്ഞ 10 വർഷമായി UAE-യിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തനങ്ങളുമായി സജീവം. കുടുംബത്തോടൊപ്പം ദുബൈയിൽ താമസം. ഡോക്ടർ കാസിം, പ്രവാസികളുടെ ആരോഗ്യം എന്ന ആ ഒരു മേഖല തന്നെ ആരോഗ്യമല്ല, ആരോഗ്യമില്ലായ്മയാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ആരോഗ്യമില്ലായ്മയുടെ കാരണം എന്തായിരിക്കും? നമ്മൾ പ്രവാസി എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ ഒരു മിനിമം ഒരു 2 കാറ്റഗറികളായിട്ട് നമ്മൾ കാണണം. ഒന്ന് ലേബർ ക്ലാസ്, ഫാമിലി ഇല്ലാതെ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, ചെറിയ വരുമാനമുള്ളവർ. വേറൊരു ക്ലാസ് ഫാമിലിയോട് കൂടി നല്ല പ്രൊഫഷണൽസും ബിസിനസ്മാനും അങ്ങനെയുള്ളൊരു വലിയ കമ്മ്യൂണിറ്റി. ഇവർക്ക് രണ്ടായി നമ്മൾ കണ്ടാൽ മാത്രമേ ശരിക്കും ഒരു ആരോഗ്യത്തിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ പറയുന്ന പ്രധാന പ്രശ്നങ്ങൾ കൂടുതലുള്ളത് ലോവർ എൻഡിൽ തന്നെയാണ്. അത് ഇവിടെയായാലും നാട്ടിലായാലും അസുഖങ്ങൾ കൂടുതൽ അവരുടെ ഇടയിലാണ്. 2 തരത്തിലാണെന്ന് മാത്രം. ഈ ക്ലാസ്സിൽ ഇൻഫെക്റ്റീവ് ഡിസീസസും ഇങ്ങനെ പകർച്ചവ്യാധികളും അവരെ ശരിയായ ജീവിത സൗകര്യങ്ങളില്ലാത്ത ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ നാട്ടിലായാലും ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പർ ക്ലാസ്സിൽ ഈ ഡീജനറേറ്റീവ് ഡിസീസ് എന്ന് പറയുന്ന പ്രമേയം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. 2 ക്ലാസ്സിലുണ്ട്, പക്ഷേ കുറച്ച് വ്യത്യാസങ്ങൾ അതിലുണ്ട്. ഈ സാധാരണ നമ്മൾ പറയുന്ന പ്രവാസി, ഈ പ്രത്യേകിച്ച് ലേബർ ജോലികൾ ചെയ്യുന്നവരിൽ വളരെയധികം സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടാണ് അവരിവിടെ ജീവിക്കുന്നത്. അധികമായിട്ട് നമ്മളിവിടെ കാണുന്ന ഏറ്റവും കൂടുതൽ കാണുന്ന ഈ ഹൃദയാഘാതം പോലെയുള്ള അസുഖങ്ങൾ കാണുന്നത് ഈ ഗ്രോസറികളിലും കഫറ്ററികളിലും ദീർഘനേരം ജോലി ചെയ്യുന്നവരും അത് നടത്തുന്നവരും അതിൽ ജോലി ചെയ്യുന്നവരും 2 കൂട്ടരും ഒരു വെള്ളിയാഴ്ച പോലും മുടക്കില്ലാതെ അവരിലാണ് സത്യത്തിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ ഏരിയകളിൽ പോലെ അവിടെ ജീവിക്കുന്ന സ്ഥലങ്ങളിലെ ക്ലിനിക്കുകളിൽ ഈ ഇത്തരം അസുഖങ്ങളായിട്ട് വളരെ തിരക്കാണ്. അവരിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ്, ബ്രോങ്കൈറ്റിസ്, ത്രോട്ട് ഇൻഫെക്ഷൻസ്, ന്യൂമോണിയ അങ്ങനത്തെ പകർച്ചവ്യാധികളും. ഒരു ജനറലൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരൻ ഒരു താഴ്ന്ന ജോലിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ആരോഗ്യം സൂക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഡോക്ടറോട് ചോദിക്കുകയാണ്, പൊതുവേ 2 മാസം വെക്കേഷനോ അല്ലെങ്കിൽ 1 മാസം വെക്കേഷന് പോകുന്നത് അവരുടെ എന്തെങ്കിലും ഒരു മെഡിക്കൽ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി നാട്ടിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ വെക്കേഷൻ ഉണ്ടാകുന്നത്. അല്ലാതെ വെക്കേഷൻ ഒരു ആക്ച്വൽ വെക്കേഷൻ ആകുന്നില്ല. എന്തുകൊണ്ടാണ് ഇവിടെ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ കൂടുതലാകുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പ്രവാസികളിൽ മെജോറിറ്റി വർക്കിംഗ് ക്ലാസ്സും അണ്ടർ പെയ്ഡ് അല്ലെങ്കിൽ ലോ ഇൻകം ഗ്രൂപ്പാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ഇൻഷുറൻസ് പരിരക്ഷയില്ലെങ്കിൽ ഈ ചികിത്സകളൊക്കെ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം 1000-1500 ദിർഹം മാസം
വരുമാനമുള്ള ഒരു ജോലിക്കാരൻ, അല്ലെങ്കിൽ ഈ ഒരു 2000 ആയാലും 5000 ആയാലും വരുമാനമുള്ള ഒരാൾക്ക് ഇവിടുത്തെ ഒരു പ്രൈവറ്റ് സെറ്റപ്പിലെ ഈ എക്സ്പാർട്ടേഴ്സിനെ സംബന്ധിച്ചുള്ള ഒരു വലിയൊരു പ്രോബ്ലം, അവരെല്ലാവരും ഇന്ത്യൻ ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ നാട്ടുകാരായ ഡോക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചികിത്സ ഉണ്ട്, പക്ഷേ അവിടെയൊക്കെ അറബ് ഡോക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വിചാരിക്കുന്ന ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇന്ത്യൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അത് പ്രശ്നങ്ങൾ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കാനും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അവരെല്ലാവരും പ്രിഫർ ചെയ്യുന്നതാണ്. ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ചെയ്യാനും ഇവിടുത്തെ ഹെൽത്ത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് പ്രൈവറ്റ് സെക്ടറിൽ നടത്താൻ ചിലവ് കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് വിൽ ഹാവ് ടു ചാർജ് ദി പേഷ്യൻ്റ് ഓൾസോ. അപ്പോൾ ഇവിടെ ഇൻവാരിയബിളി ആ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് കൂടുതലാകുമ്പോൾ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു സമയത്ത് ഇവിടെ ഈ എല്ലാവർക്കും ഈ ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാക്കുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ അപ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു പക്ഷേ ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോഴ് അബുദാബിയിൽ ആ നിലക്കുള്ള ഒരു മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. ദുബായിലും അടുത്ത് തന്നെ അതാക്കും. അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളെ എക്സ്പാർട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് തന്നെ അവരുടെ എല്ലാ കൂടിയ ട്രീറ്റ്മെൻറ്റ്സും ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാകും. അതുവരെ അവർക്ക് സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ പോകുമ്പോൾ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പറ്റും. ഓക്കെ മനോജ്, ഈ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജോലി ചെയ്യുമ്പോൾ അവരുടെ മെഡിക്കൽ പ്രോബ്ലംസ് അതാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് എപ്പോഴും. പക്ഷേ അവർക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി അവർക്കൊരു പ്രോപ്പർ ഡയറ്റോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു എക്സസൈസോ അതൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അവരുടെ വർക്ക് സ്റ്റൈൽ അങ്ങനെയാണ്. എന്തായിരിക്കും ഒരു പോസിബിൾ ചേഞ്ച്? ഒരു സമൂഹത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടത് ഇവിടെ, സോ ദാറ്റ് അവർക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും എന്നുള്ളൊരു രീതിയിലേക്ക് നീങ്ങാൻ? തീർച്ചയായിട്ടും നമ്മളിപ്പം രോഗം വന്നതിന് ശേഷമുള്ള ഉള്ളൊരു ചികിത്സ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറി രോഗം വരാതിരിക്കാൻ തന്നെയുള്ള ഒരു അവയർനെസ് തന്നെയാണ് നമുക്കിവിടെ സമൂഹത്തിൽ ഏറ്റവും അധികം അത്യാവശ്യമായിട്ടുള്ളത്. മുൻപ് ഡോക്ടർ കാസിം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഉള്ള പ്രവാസികളിൽ അതിലും ബഹുഭൂരിപക്ഷം വരുന്ന ലോവർ ഇൻകം കാറ്റഗറിയിൽപ്പെടുന്ന പ്രത്യേകിച്ച് ലേബർ ക്യാമ്പുകളിലും മറ്റുമൊക്കെ കഴിയുന്ന തൊഴിലാളികൾ അവരനുഭവിക്കുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു സ്ട്രെസ്സ്. അപ്പോൾ ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് തന്നെയാവും അവർക്കുണ്ടാകുന്ന മിക്കവാറും രോഗങ്ങളെന്ന് ഡോക്ടർ സൂചിപ്പിച്ചത് തീർച്ചയായിട്ടും അത് വളരെയധികം ശരിയാണ്. അപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം തീർച്ചയായിട്ടും അവിടെ ഈ നമുക്ക് അവരുടെ ബോധവൽക്കരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഇവിടെ ഒരു പരിധിയുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ അതിൽ നമുക്ക് കൂടുതലും ചെയ്യാൻ കഴിയുന്നത് ഒരുപക്ഷെ സാമൂഹ്യ പ്രവർത്തന രംഗത്തുള്ള സംഘടനകൾക്കും മറ്റുമൊക്കെ ആയിരിക്കും ഇത്തരം കാര്യങ്ങളൊരു ബോധവൽക്കരണത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ ഇടയിലേക്ക് ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി ആ രീതിയിലേക്ക് അതിനെ സമൂഹത്തിലേക്ക് അത് അഡ്രസ്സ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ സെപ്റ്റംബർ 29 വേൾഡ് ഹാർട്ട് ഡേ ആണ്, ഡിസംബർ 1 വേൾഡ് എയ്ഡ്സ് ഡേ ആണ്. അങ്ങനെ ഓരോ രോഗത്തിനും ഓരോ ദിവസം വെച്ച് 365 ദിവസവും എന്തെങ്കിലും രോഗത്തിൻ്റെ ദിവസമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ശരിയായ രീതിയിൽ ടാക്കിൾ ചെയ്യാൻ മെഡിക്കൽ എഫേർട്സ് ആണോ വേണ്ടത്, അതോ അവയർനെസ് ആണോ വേണ്ടത്? ഇപ്പോൾ നേരത്തെ പറഞ്ഞത് തീർച്ചയായിട്ടും ഞങ്ങളൊരു വാക്കനുണ്ടല്ലോ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദൻ ക്യൂർ. പ്രിവെൻഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. ബിക്കോസ് ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഞാനൊരു പീഡിയാട്രിഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ലോകം മുഴുവനും സ്മോൾ പോക്സ് പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്തു. പോളിയോ ഇപ്പോൾ ഇന്ത്യയിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ പോവുകയാണ്. അത്രയും ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. പൾസ് പോളിയോ. അതെ. അതുപോലെ തന്നെ ഞാനൊക്കെ പാസ്സാവുന്ന കാലത്ത് ഒരു 40 കൊല്ലം മുമ്പൊക്കെ ഡെയിലി ഡിഫ്തീരിയ, ടെറ്റനസ്, വൂപ്പിംഗ് കഫ് ഇങ്ങനത്തെ അസുഖങ്ങളെ കൊണ്ടൊക്കെ ഒരുപാട് കുട്ടികൾ മരിച്ചിരുന്നു. അതൊക്കെ പൂർണ്ണമായി നമുക്ക് കൺട്രോൾ ചെയ്ത് ഇവിടെ ദുബായിലുള്ളൊരു പീഡിയാട്രിഷ്യനോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ഒരു മീസിൽസോ ഒരു അങ്ങനത്തെ ഡിഫ്തീരിയ കേസൊന്നും കണ്ടിട്ടില്ല സത്യത്തിൽ. ഒരു പടങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു നിലയ്ക്ക് നമുക്ക് തടുക്കാൻ കഴിഞ്ഞത് തീർച്ചയായും പ്രതിരോധ മാർഗങ്ങളെ കൊണ്ടാണ്, അവയർനെസ് കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് തലത്തിലും മീഡിയ സപ്പോർട്ടിലും മെഡിക്കൽ പ്രൊഫഷണൽസും കൂടി നല്ല തരത്തിലുള്ള ഒരു പ്രിവെൻറ്റീവ് ക്യാമ്പയിൻ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടുത്തെ ജീവിത നിലവാരം വളരെ കൂടുതലായതുകൊണ്ടും നല്ല റണ്ണിങ് വാട്ടറും കണ്ടിന്യൂസ് ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള എല്ലാവിധ ക്വാളിറ്റി ഓഫ് ലൈഫ് ബെറ്റർ ആയതുകൊണ്ട് ഇൻഫെക്റ്റീവ് ഡിസീസസ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. TB ഇപ്പോൾ ഓൾമോസ്റ്റ് ഇല്ല തന്നെ പറയാം. ഇപ്പോൾ ഒരു TB കേസ് ഇവിടെ ഡയഗ്നോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും അത് പുറത്തുനിന്നുള്ളൊരു ആളിലാണ് കാണുന്നത്. ഇവിടെ വളരെയധികം കുറഞ്ഞു. There are heavy cases of occupational hazards. ഇപ്പോൾ exposed to heavy heat, exposed to fumes, exposed to dust,
അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിന് എന്തൊക്കെ ഒരു പ്രോബ്ലംസ് ആണ് വരുത്താൻ സാധിക്കുന്നത്? ഒരു സാധാരണ പ്രവാസി എന്ന രീതിയിൽ എമൗണ്ട് ഓഫ് സ്മോക്ക് ഹി ടേക്സ് ഇൻ അതർ ദാൻ ഹിസ് നോർമൽ സ്മോക്കിംഗ് പ്ലസ് ദ ഡസ്റ്റ് ഹി ടേക്സ് ഇൻ അതർ ദാൻ ദി വർക്ക് ഡസ്റ്റ് എല്ലാം കൂടുതലായിട്ടാണ് കാണുന്നത്. ഇതിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് വരാൻ സാധ്യതയുള്ളത്? ഇത് പല തരത്തിലുള്ള പിന്നെ ഒക്കുപേഷണൽ ഹസാർഡ്സ് ഉണ്ട്. ഇത് ഒരു പരിധി വരെ പിന്നെ നമുക്ക് അതിനുള്ള പ്രിക്കോഷൻ ഇൻഡസ്ട്രിയൽ പിന്നെ വർക്ക് ഹസാർഡ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒത്തിരി മാർഗ്ഗങ്ങൾ WHO ബാക്കിയുള്ള കീഴിലൊക്കെ അതെല്ലാം അത് ചെയ്യുന്ന ഓരോരോ എംപ്ലോയീസിനെ എംപ്ലോയ് ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ നമ്മൾക്ക് അവയർനെസ് കുറവാണ്. നമ്മളത് ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല പലപ്പോഴും. ഇത്ര പ്രിക്കോഷൻസ് എടുക്കണം എന്ന് പറഞ്ഞാൽ അത് ലൈറ്റാക്കി എടുത്തിട്ട് ഇപ്പോൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് യു ഷുഡ് യൂസ് വെൽഡിങ് ഗോഗിൾസ്. പലപ്പോഴും നമ്മളടുത്ത് കിട്ടുന്ന കേസുകൾ കണ്ണിൽ ഫോറിൻ ബോഡി കിട്ടിയിട്ട് വരുന്നതൊക്കെ സിംപ്ലി അവരത് വെക്കാതെ ചെയ്യും. അതൊന്നും സംഭവിക്കില്ല. പക്ഷേ അപകടം വന്നതിന് ശേഷം അതൊക്കെ ആലോചിക്കാൻ പറ്റുള്ളൂ. ഓക്യുപേഷണൽ ഹസാർഡ്സും രോഗങ്ങളും ആരോഗ്യ മേഖലയിൽ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. ചെറിയൊരു ഇടവേള. വിൽ ബി ബാക്ക് വിത്ത് യു ഇൻ എ ഷോർട്ട് വൈൽ. സാൻഫോർഡ് ടീ ടോക്കിൽ ഇറ്റ്സ് മീ ക്രിസ് വിജി. വെൽക്കം ബാക്ക് ടു സാൻഫോർഡ് ടീ ടോക്ക്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാസികളുടെ ആരോഗ്യത്തിനെ കുറിച്ചാണ്. ഡോക്ടർ, ഒരു മേജർ സെഗ്മെൻ്റാണ് അവയർനെസ് എന്ന് പറഞ്ഞു, നമ്മൾ പ്രവാസികളുടെ രോഗം എന്ന് പറഞ്ഞു, ഓക്യുപേഷണൽ ഹസാർഡ് എന്ന് പറഞ്ഞു. ഇതിലല്ലാതെ യു ഹവ് സീൻ എ മേജർ ചങ്ക് ഓഫ് ദി മിഡിൽ ഈസ്റ്റ് ഹെൽത്ത് കെയർ സെഗ്മെൻറ്റ് ഗ്രോയിങ്. എത്രത്തോളമാണ് ഡെവലപ്മെൻറ്റ് വന്നിട്ടുള്ളത്? നമ്മുടെ നാട്ടിൽ നടന്ന ഡെവലപ്മെൻറ്റും ഇവിടുത്തെ ഡെവലപ്മെൻറ്റും കമ്പയർ ചെയ്യുമ്പോൾ ഇസ് ഇറ്റ് ഓൺലി ദ സ്റ്റാൻഡേർഡ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻക്രീസിങ്, അതോ അതുകൂടാതെ ആരോഗ്യ മേഖലയിലുള്ള ഒരു സമ്പൂർണ്ണമായിട്ടുള്ളൊരു വികസനമാണോ ഉണ്ടായിട്ടുള്ളത്? തീർച്ചയായിട്ടും ഇവിടെ ഒരു 2000 ആണ്ട് വരെ 90% ഹെൽത്ത് കെയർ ആക്ടിവിറ്റി ചെയ്തിരുന്ന ഗവൺമെൻറ് നേരിട്ടായിരുന്നു. ഒരു 2000-ന് ശേഷമാണ് ശരിക്കും പ്രൈവറ്റ് സെക്ടറിൻ്റെ വികാസം ഉണ്ടായത്. പ്രൈവറ്റ് മെഡിക്കൽ സെക്ടർ. അതിനുശേഷമാണ് ഇപ്പോൾ സത്യത്തിൽ UAE-ലൊക്കെ ഇത്രയധികം പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് വന്നതും ഇത്രയധികം പ്രൈവറ്റ് മെഡിക്കൽ സെൻറ്റേഴ്സ് വന്നതും ഈ പുതിയ റൂളേഴ്സിൻ്റെ ഒരു വളരെ വിഷണറിയായ ഇവിടുത്തെ റൂളേഴ്സ് ഇതൊരു റവന്യൂ ഇല്ലാത്ത ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് കണ്ടു മനസ്സിലാക്കുകയും അതുകൊണ്ട് പ്രൈവറ്റ് സെക്ടറിനെ ഇതിനെ എൻകറേജ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ 90-കളിൽ സത്യത്തിൽ കുവൈറ്റ് യുദ്ധത്തിന് ശേഷം സൗദി അറേബ്യയിൽ വളരെ ഡ്രാസ്റ്റിക്കായിട്ട് ഈ പ്രൈവറ്റ് രംഗത്തേക്ക് വികാസം ഉണ്ടായി. ഇവിടെ അത് 2000-ലുണ്ടായിരുന്നു. ഇത് രണ്ടും സംഭവിച്ചതിന് ശേഷം മറ്റു ഗൾഫ് കൺട്രികളിലും ഇതന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രൈവറ്റ് മെഡിക്കൽ രംഗം വളരെയധികം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഹോസ്പിറ്റൽസും ഒരുപാട് ഹെൽത്ത് സർവീസസും വന്നു. അപ്പം അതിൻ്റെ ഫലമായും പൊതുവെ ഇതിനുള്ള ബജറ്റ് പെർ കാപ്പിറ്റ വളരെ കൂടുതലായിരുന്നു. നമ്മുടെ രാജ്യത്ത് കമ്പയർ ചെയ്യുമ്പോൾ ഹെൽത്ത് സെക്ടറിന് അലോട്ട് ചെയ്യുന്ന പെർ കാപ്പിറ്റ ബജറ്റ് ഇന്ത്യയിലേക്കാളും വളരെ കൂടുതലാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയ പോപ്പുലേഷൻ ആയതുകൊണ്ടും തീർച്ചയായിട്ടും ഇവിടുത്തെ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് വളരെയധികം ഡെവലപ്പ് ചെയ്തു. ഒരു കാലത്ത് ഇവിടുത്തെ പൗരന്മാർ ബോംബെയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ചികിത്സയ്ക്കായി പോയിരുന്നത് ഇന്ന് പോകേണ്ട ആവശ്യമില്ല. അവിടെ കിട്ടുന്ന തരത്തിലുള്ള നല്ല സൗകര്യങ്ങളും നല്ല കൺസൾട്ടൻസും നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും ഇന്ന് ഇവിടെ ആയി എന്നുള്ളത് ഒരു സത്യമാണ്. അല്ല, അതിൽ മറ്റൊരു വശം മനോജിനോട് ചോദിക്കാനുള്ളത്, ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു പണ്ട് ഇവിടുത്തെ ആൾക്കാർ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇന്ന് നാട്ടിൽ നിന്നും ഇവിടെ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ നാട്ടിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അത്രത്തോളം എക്സ്പെൻസീവ് ആയില്ലേ മെഡിക്കൽ ഫീൽഡ്? വാട്ട് ഡു യു തിങ്ക്? ക്രിസ് പറഞ്ഞ ഒരു പോയിന്റ് വളരെയധികം വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ്. കാരണം ഡോക്ടർ പറഞ്ഞ മാതിരി ഇന്നിവിടെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും മറ്റുമെല്ലാം ലഭിക്കുന്നുണ്ടെങ്കിലും ഒരു സാധാരണ ഒരു പ്രവാസിക്ക് അത് എത്രമാത്രം അഫോർഡബിൾ ആണ് എന്നുള്ളത് കാര്യം നമ്മൾ തീർച്ചയായിട്ടും പുനർവിചിന്തനം ചെയ്യേണ്ട ഒരു വസ്തുതയാണ്. ഒരുപക്ഷെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ഇവിടെയുണ്ട്, അത് ലഭിക്കും. പക്ഷേ ഇത് ഒരു സാധാരണ പ്രവാസി ഒരു ചെറിയ ശമ്പളവുമായിട്ട് ഇവിടെ വരുമാനം മാത്രമുള്ള ഒരാൾക്ക് എത്രമാത്രം ഇത് അഫോർഡബിൾ ആണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ പല അനുഭവങ്ങളിൽ നിന്നും പലരുടെ കഥകളിൽ നിന്നും നമുക്ക് തീർച്ചയായിട്ടും അറിയാവുന്നതാണ്. അവർക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമല്ല. പ്രത്യേകിച്ച് ഈ മെഡിക്കൽ ഇൻഷുറൻസ് ഇവിടെ ഒരുപക്ഷെ ഇവിടുത്തെ ഒരു 50% കമ്പനികൾ പോലും ഇന്നിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിവിടെ ഒരു മാൻഡേറ്ററി ആയിട്ട് ദുബായ് ഈ സെക്ടറിലേക്ക് വന്നിട്ടില്ല. ഡോക്ടർ പറഞ്ഞ പോലെ അബുദാബിയിലും മറ്റുമൊക്കെ മാൻഡേറ്ററി ആണ്. പക്ഷേ ഈ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള അല്ലെ തൊഴിലാളി വിഭാഗ